ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ ഡോണട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മക്കൾ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഡോണട്ട് വേണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഡോണട്ട് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറു ചൂടുള്ള പാല് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈസ്റ്റ് കട്ടകളായിട്ട് കിടപ്പുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കുക. ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. എന്നിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് പൊടിച്ച് വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അതും കൂടി മൈദയുടെ കൂട്ടിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി എടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഈസ്റ്റും പഞ്ചസാരയെല്ലാം കൂടെ ചേർത്ത് വെച്ചിരുന്നത് ഈ മൈദയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം സ്പൂണും കൊണ്ടൊന്ന് ഇളക്കി എല്ലായിടത്തും എത്തിക്കുക. അതിനുശേഷം നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് എടുക്കുക. ഇങ്ങനെ ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഇളം ചൂടുള്ള പാല് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അങ്ങനെ വീണ്ടും നന്നായിട്ട് കുഴച്ച് നല്ല ഒരു സോഫ്റ്റാക്കി എടുക്കണം. അതിന് ശേഷം ഞാനിതിനെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം ചേർക്കേണ്ടത്. കുറച്ച് നേരം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ മെൽറ്റ് ആയിക്കോളും. അത് വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി ഈ ബട്ടർ ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് റോൾ ചെയ്ത് അങ്ങനെ കുറഞ്ഞതൊരു 6 മിനിറ്റെങ്കിലും കുഴയ്ക്കണം. നന്നായിട്ട് കുഴച്ചെടുത്ത ഡോ കയ്യിലെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അതിൻ്റെ മേലിൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ പ്രസ് ചെയ്തിട്ടതിന് ശേഷം അത് തിരിച്ച് അതേ പൊസിഷനിലേക്ക് തിരിച്ച് വരുന്നുണ്ടെങ്കിൽ കുഴച്ചത് പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്നാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് അതിനെ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഡോയ് അതിലേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തും കുറച്ചൊന്ന് ഓയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം അടച്ച് 1 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഞാനത് എടുത്തു നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അതിനെ വീണ്ടും കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ ഈ ചപ്പാത്തി കോലും കൊണ്ട് പരത്തിയെടുക്കാനായിട്ട്. ചപ്പാത്തിക്കോലും കൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കും. ഇത് കുറച്ച് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഓയിൽ ചേർത്തോ വേണമെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തുമ്പോൾ ഒത്തിരി കട്ടി കുറഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത്രയെങ്കിലും കട്ടി ഉണ്ടാവണം. ഇതിലും കുറച്ചും കൂടി കട്ടി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലും കട്ടി കുറഞ്ഞു പോകരുത്. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി നന്നായിട്ട് പരത്തി വെച്ചിരിക്കുന്ന ഇതിനെ നമുക്ക് ഡോണറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രത്തിൻ്റെ അടപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ പാത്രത്തിൻ്റെ അടപ്പ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്കും ആ ഷേപ്പിൽ തന്നെ കിട്ടിക്കോളും. ഇതിലും കുറച്ചും കൂടി വലിയ അടപ്പായാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇതിലും വലുതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വലുതായി പോകും. അതുകൊണ്ട് ഞാൻ ഈ ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഡോണറ്റിന് അകത്തൊരു തുളയുണ്ടല്ലോ, അത് വരുത്താനും വേണ്ടിയിട്ട് ഞാനൊരു മരുന്നിൻ്റെ കുഞ്ഞ് ഡബ്ബയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു ചെറിയ ബോട്ടിലിൻ്റെ എന്തെങ്കിലും അടപ്പുകളായാലും മതി.
അപ്പോൾ എനിക്ക് ഇത് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഷേപ്പിൽ നമുക്ക് കിട്ടും. എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി മാവെടുത്ത് മാറ്റിയിട്ട് നമുക്ക് വീണ്ടും അതിനെ ഉരുട്ടി ഇതേപോലെ തന്നെ പരത്തി അടുത്ത ഡോണറ്റുകൾ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡോണറ്റുകൾ ഓരോന്നായിട്ട് ഈ പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കാം. അത് മൈദ ഇടുന്നത് പാത്രത്തിൽ ഈ ഡോണറ്റ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാം തന്നെ നമ്മൾ പരത്തിയെടുക്കാം. അതിന് നടുക്കുള്ള ആ ചെറിയ ബൺസും എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് സെപ്പറേറ്റായിട്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പോഴത്തേക്കും മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ചായി വരുമ്പോഴത്തേക്കും വീണ്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒന്ന് ചെറു തീയിൽ വേവിച്ചെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് ഗോൾഡൻ കളറൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനെ എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഡോണറ്റുകളും ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ എല്ലാ ഡോണട്ട്സുകളും ഞാൻ ഉണ്ടാക്കിയെടുത്തു. ഞാൻ ഒരെണ്ണം മുറിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ഡോണട്ട്സിനെ എടുത്തിട്ട് പഞ്ചസാര നന്നായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. പഞ്ചസാര എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൈകൊണ്ട് തന്നെ എല്ലായിടത്തും ഒന്ന് പ്രസ് ചെയ്ത് ഡോണട്ട്സിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുക. അങ്ങനെ ഞാനൊരു 6 എണ്ണം ഇതുപോലെ തന്നെ ഐസിങ് ഷോറിലിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളവും 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ ആക്കിയെടുക്കുക. അതിനുശേഷം ഓരോ ഡോണട്ട്സും എടുത്ത് ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക. ഇങ്ങനെ ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് പിടിച്ചു എന്ന് വരില്ല. അപ്പോൾ കുറച്ചൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒന്നും കൂടി അതിനെ എടുത്ത് ഒന്ന് ഡിപ്പ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഡോണട്ട്സുകൾ കൂടി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും 1 ടീസ്പൂൺ ഹോട്ട് വാട്ടറും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാരയുടെ തരികളെല്ലാം നന്നായിട്ട് അലിയിച്ച് എടുക്കുക. അതിനുശേഷം ഓരോ ഡോണറ്റുകൾ എടുത്തിട്ട് നന്നായിട്ട് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഒന്ന് കറക്കി ഇങ്ങനെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഡോണറ്റിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നന്നായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ടാവും. ഇത് കുറച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഇതേപോലെ ഇരിക്കും. എന്നിട്ട് അതിൽ നിന്നൊരു 4 എണ്ണം ഞാൻ എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി ഒഴിച്ച് ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കിയതിൽ കുറച്ചെണ്ണത്തിൽ മാത്രമേ ഞാൻ ഐസിങ് ഷുഗറും ചോക്ലേറ്റും ഒക്കെ തേച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും മക്കൾക്ക് കൊടുത്ത് നോക്കാം, അവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കട്ടെ. അപ്പോൾ 2 പേരും ഓരോ ചോക്ലേറ്റ് വാലയാണ് എടുത്തിരിക്കുന്നത്. അവർ കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ശരിക്കും നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പോലെ തന്നെ അകമൊക്കെ നല്ല സോഫ്റ്റായിട്ടും പുറത്ത് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റോട് കൂടിയൊക്കെ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ. താങ്ക് യു.